ഒന്നിനു പുറകെ ഒന്നായി CPM-ൽ പൊട്ടിത്തെറി തുടരുക തന്നെയാണ്. CPM-ന്റെ പ്രമുഖരും പല നേതാക്കന്മാരും അണികളും കൂട്ടത്തോടെ CPM വിട്ട് കോൺഗ്രസിലും BJP-യിലും മറ്റ് പാർട്ടികളിലും ചേക്കേറുന്നു. ഇതിനിടയിൽ തൃശൂർ CPM-ലാണെങ്കിൽ പൊട്ടിത്തെറി. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ CPM-കാരുടെ സ്ഥാനാർത്ഥി. CPM പ്രവർത്തകനെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥി. SFI മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ നിമിഷ LDF സ്ഥാനാർത്ഥി. നിമിഷ രാജു മത്സരിക്കുന്നത് പറവൂരിൽ. CPM മുൻ ഏരിയ കമ്മിറ്റി അംഗം കോൺഗ്രസിൽ. പൊന്നാനി നഗരസഭയിൽ നിന്നും മത്സരിക്കും. CPI വിട്ട ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ. പള്ളിക്കൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും. അങ്ങനെ സംസ്ഥാനത്തെ ഇടത് പാർട്ടികൾക്കുള്ള ചോദ്യങ്ങൾ തുടരുകയാണ്. തൃശൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM-നുള്ളിൽ പൊട്ടിത്തെറി. കോട്ടപ്പുറം ഡിവിഷനിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ CPM-കാർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തൃശൂർ ചക്കാമുക്ക് ബ്രാഞ്ചിലെ ജിതിൻ CPM വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ തവണ വോട്ട് പിടിച്ചയാളെ CPM സ്ഥാനാർത്ഥിയാക്കിയെന്നും പാർട്ടി നേതാക്കൾ പ്രാദേശിക പ്രവർത്തകരെ അവഗണിച്ചുവെന്നുമാണ് CPM പ്രവർത്തകരുടെ നിലപാട്. പാട്ടുരയ്ക്ക ലോക്കൽ കമ്മിറ്റി അംഗം ബിജുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. നടപടി വന്നാൽ നേരിടുമെന്ന് CPM പ്രവർത്തകർ പറഞ്ഞു. SFI മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ നിമിഷ LDF സ്ഥാനാർത്ഥി. നിമിഷ രാജു മത്സരിക്കുന്നത് പറവൂരിൽ. SFI മുൻ സംസ്ഥാന സെക്രട്ടറിയും DYFI നേതാവുമായ PM ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ AISF വനിതാ നേതാവ് നിമിഷ രാജു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാകും. പറവൂർ ബ്ലോക്കിൽ കിടാമംഗലം ഡിവിഷനിൽ മത്സരിക്കാനാണ് ധാരണ. നിലവിൽ AISF-ന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ നിമിഷ CPI സ്ഥാനാർത്ഥിയായാണ് മത്സരത്തിനിറങ്ങുന്നത്. നിമിഷയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ SFI-യും DYFI-യും എതിർത്തിരുന്നുവെന്നാണ് സൂചന. എന്നാൽ ഈ എതിർപ്പ് വകവയ്ക്കാതെയാണ് CPI നിമിഷയെ മത്സരിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ജാതി അധിക്ഷേപ പരാതിയാണ് ആർഷയ്ക്കെതിരെ നിമിഷ നൽകിയിരുന്നത്. CPM മുൻ ഏരിയ കമ്മിറ്റി അംഗം കോൺഗ്രസിൽ ചേർന്നു. മലപ്പുറം പൊന്നാനി മുൻ ഏരിയ കമ്മിറ്റി അംഗം നളനി സരോജമാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇത്തവണ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നളനി സരോജം മത്സരിക്കും. നേരത്തെ 3 തവണ പൊന്നാനി നഗരസഭാ കൗൺസിലറായിരുന്നു. നിലവിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി അംഗമാണ്. CPI വിട്ട ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയാണ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത്. നാളെ ശ്രീനാദേവി കുഞ്ഞമ്മയെ KPCC അധ്യക്ഷൻ കോൺഗ്രസിലേക്ക് സ്വീകരിക്കും. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ചയും DCC-യിൽ വെച്ച് പാർട്ടി അംഗത്വം സ്വീകരിക്കലും. അങ്ങനെ CPI ടിക്കറ്റിൽ മത്സരിച്ച പള്ളിക്കൽ ഡിവിഷൻ തന്നെ ശ്രീനാദേവിക്ക് മത്സരിക്കാൻ നൽകുക എന്നാണ് വിവരം. നവംബർ 3-നാണ് ശ്രീനാദേവി CPI വിട്ടത്. CPI വിട്ടുവെന്നും പാർട്ടിയുടെയും AIYF-ന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ശ്രീനാദേവി കുഞ്ഞമ്മ അറിയിക്കുകയായിരുന്നു. നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഒട്ടനവധി പരാതികൾ CPI സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതാണ്. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ശ്രീനാദേവി പറഞ്ഞു. ഏറെക്കാലമായി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ വിഷയത്തിൽ ശ്രീനാദേവിയെ തള്ളുന്ന നിലപാടാണ് CPI കൈക്കൊണ്ടത്. ശ്രീനാദേവിക്ക് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലെന്നും അവർ പാർട്ടിയുടെ പേരിൽ ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണെന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ CPIക്ക് ഉത്തരവാദിത്വമില്ലെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗവും അടൂർ മണ്ഡലം സെക്രട്ടറിയുമായ മുണ്ടപ്പള്ളി തോമസ് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശ്രീനാദേവി പിന്തുണയ്ക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്നുമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഈ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇരകളെ മാത്രമല്ല, ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നുമാണ് അവർ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. CPM പ്രവർത്തകനെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥി. ആലപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്ത് 1-ാം വാർഡിലാണ് രക്തസാക്ഷി മർദ്ദ CPM സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. CPM പ്രവർത്തകനായിരുന്ന ഭദ്രനെ കുത്തിക്കൊന്ന കേസിൽ രംഗനും അച്ഛൻ പൊടിയനുമായിരുന്നു മുഖ്യപ്രതികൾ. രംഗന്റെ ഭാര്യ പ്രസീതയാണ് CPM ആറാട്ടുപുഴ 1-ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത്. CPM പ്രവർത്തകരുടെ എതിർപ്പ് മാനിക്കാതെയാണ് ഒരു വിഭാഗം പ്രസീതയെ സ്ഥാനാർത്ഥിയാക്കിയത്. ഭദ്രൻ കൊലക്കേസിൽ പൊടിയൻ കുറ്റമേറ്റതോടെ രംഗനെ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതാണ് പ്രസീതയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പാർട്ടി പറയുന്ന ന്യായീകരണം.